ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോണേൻ്റെ മുന്നേ ഗെറ്റ് റെഡി വിത്ത് മീ പോലെയൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നീച്ചപ്പോൾ നല്ല ലേറ്റായി, അപ്പോൾ അതിനൊന്നും ടൈം കിട്ടിയില്ല. പിന്നെ ഇന്ന് അമ്പലത്തിൽ നിന്നാണ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ആ ക്ലിപ്പൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെൽഫ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഡെസ്ക് ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. കാരണം വൈറ്റ് ഡെസ്ക് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി പിടിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ തന്നെ നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പം ഭയങ്കരമായിട്ട് അതിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് എഴുതാറ്. കാരണം മറ്റേ ഭാഗത്ത് ഷെൽഫ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം മാത്രം യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഭാഗം മാത്രമായിട്ടാണ് വേറൊരു കളറിൽ നിൽക്കുന്നത്. അപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ തിരിച്ച് ഓരോന്നും എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കൊല്ലം വാൾപേപ്പർ ഒട്ടിച്ചതായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു ഭാഗത്ത് മാത്രമായിട്ട് സ്റ്റിക്കർ തികഞ്ഞില്ല. അപ്പോൾ അത് അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഇപ്പം കാണുന്നുണ്ടാവും ഒരു കളർ ഡിഫറൻറ്റ് പോലെ അവിടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് ഹാങ് ചെയ്തിട്ടാന്ന്. കഴിഞ്ഞ ദിവസം ഈ ഒരു കലണ്ടർ ഇതിന്ന് വിട്ടു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ടാപ്പ് മാറ്റി യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. തെർമോക്കോളിൻ്റെ മേലെയാണ് ഞാൻ ഈ ഒരു വിഷൻ ബോർഡ് സെറ്റാക്കിയത്. അതുകൊണ്ട് ഭയങ്കര ഹാർഷായിട്ട് ഒട്ടിക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും മാത്രം ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താണ് ചെയ്തത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ എനിക്ക് പുറത്തു പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി വരുമ്പം ഇവിടെ അടുത്തുള്ള ഒരു പ്ലാന്റ് ഷോപ്പിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇൻഡോർ പ്ലാന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ പ്ലാന്റ്സ് ഒന്നും ഇവിടെ കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത്. കാരണം ഉച്ചയ്ക്കും ഫുഡ് അവിടെ നിന്നായിരുന്നു. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് തന്ന് അതിൻ്റെ ക്ഷീണത്തിൽ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാണ് പിന്നെ നീക്കുന്നത്. അപ്പോൾ നീച്ചൊക്കെ കഴിഞ്ഞപ്പം ഒരു 6 മണി 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് ഞാൻ രാവിലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം പുറത്തൊക്കെ പോയതുകൊണ്ട് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ബാൽക്കണിയിൽ വെച്ചിട്ട് തന്നെ ഇത് സെറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റാൻഡിൻ്റെ മേലെ എടുത്തു വെച്ചു. ഇത് ഞാൻ റൂമിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഫ്രഷ് ആവാനാണ് പോയത്. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞാൻ മേലേക്ക് കയറിയത്. അപ്പോൾ ഇന്നത്തെ നൈറ്റ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അടുത്ത ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് ചെയ്താന്ന്. ഡെസ്കൊക്കെ ക്ലീൻ ചെയ്തപ്പം ഇപ്പോൾ നല്ല വൃത്തി ഉണ്ടായിരുന്നു ടേബിൾ കാണാൻ. അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭാഗത്തായിട്ട് കളർ ഇങ്ങനെ മാറിയതായിട്ട് കാണാം. പക്ഷേ ഇന്ന് എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഈ ഒരു പ്ലാന്റിനും കൂടെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എടുത്ത് ചെയ്ത് വെച്ചതായതുകൊണ്ട് ഒന്ന് സെറ്റായി വരണേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലാന്റൊക്കെ ഞാൻ റൂമിലേക്ക് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ കുറേ പ്ലാന്റ് റൂമിൽ ഹാങ്ങൊക്കെ ചെയ്തിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ ടു ഡു ചെയ്തതിന് മുന്നേ ഞാൻ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ആ സംഭവമൊക്കെ ടിക്കിടും. പക്ഷേ ഈ ഒരു മന്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഞാൻ ടു ഡു ഒക്കെ എഴുതുമ്പോൾ കുറേ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷെ അതിൽ 3-4 കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ കഴിയാറുള്ളൂ. പക്ഷേ ഈ ഒരു ദിവസം എനിക്ക് എഴുതിയത് എല്ലാവരും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി കഴിഞ്ഞിട്ട് കേക്ക് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഇന്ന് പ്രത്യേകം ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു. കടലപ്പൊടിയും തൈരും ഹണിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഞാൻ ബുക്ക് വായിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് മേടിച്ചിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പം ബാക്കി ഇപ്പോഴാണ് വായിക്കുന്നത്. അപ്പോൾ ഒരു 50 മിനിറ്റ്സൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നെക്സ്റ്റ് ഡേ വായിക്കാമെന്ന്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.